ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു കൊതി തോന്നി ഒന്ന് പഴംപൊരി കഴിക്കാനായിട്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ വീഡിയോ എന്തായാലും ഓൺ ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എന്തായാലും അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മളവിടുത്തെ പോലെ വാഴപ്പഴം ഇല്ല, മീൻസ് ഏത്തമ്പഴം ഇല്ല. അതിന് പകരം ഇവിടെ റോബസ്റ്റയാണ്. ഞാൻ ആ റോബസ്റ്റ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മുടെ മൈദയിലൊക്കെ കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് അവിടെ വരട്ടെ. ആ സമയത്ത് നമുക്ക് എന്തുണ്ടാക്കണം? കോഫി. എൻ്റെ ഫേവറേറ്റ് ആണ് കോഫി. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കെറ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കെറ്റിൽ വന്നതിന് ശേഷം ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ വെള്ളം ചൂടാക്കുന്നതും ചായ ഇടുന്നതും എല്ലാം ഇതിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സിമ്പിളാണ്. ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പഴംപൊരിനെ ഒന്ന് മറിച്ചിടണം. അപ്പോൾ അതിൻ്റെ പാലൊക്കെ ഒന്ന് ചൂടാവും കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കോഫി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ്സിൽ കോഫി പൗഡർ ഇടുക, പഞ്ചസാര ഇടുക. അതിനുശേഷം കുറച്ച് ചൂട് പാല്, ആ പാല് കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ എടുക്കുന്നതാണ് ഈ ഒരു ബീറ്റർ. ഇത് വാങ്ങിച്ചതിന് ശേഷം എന്നും കോഫി കുടിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 3 സ്വിച്ച് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നല്ല സ്ലോ ഉണ്ട്, കുറച്ചും കൂടെ സ്പീഡുണ്ട്, കുറച്ചും കൂടെ സ്പീഡുണ്ട്. അങ്ങനെ ഒരു 3 ഓപ്ഷനാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക്, കെറ്റിലിൻ്റെയും ഈ ഒരു ബീറ്ററിൻ്റെയും ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ വാങ്ങിക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ചിക്കാനായിട്ടുള്ള മുട്ടയൊക്കെ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ പഴംപൊരിയും ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈവനിങ് വ്ളോഗ്. ബൈ ബൈ.